ഹായ് ഓൾ. ഇപ്പം നമ്മൾ ഏത് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ഇട്ടാലും നമുക്ക് സ്ഥിരം വരുന്നൊരു കമൻറ്റാണ് ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. നമുക്കറിയാം റീസെൻ്റായിട്ട് കഴിഞ്ഞ പോളി ലെക്ചർ, അതേപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതേപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാംസിന് ശേഷം ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നിലവിൽ കേരള PSC നോട്ടിഫിക്കേഷൻസ് ഒന്നും അധികം വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, അവർക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. നിലവിൽ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോസ്റ്റ് മറ്റൊന്നുമല്ല, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക്സ് പോസ്റ്റ് ആണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം കേരള PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരികയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ കരുതിയിരിക്കുന്നവരും ഉണ്ടാവാം നമ്മളുടെ ഇടയിൽ. പക്ഷേ നമുക്ക് PSC ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമ്പോൾ നമുക്കൊരു ഏകദേശം നമുക്ക് ധാരണ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറോൾ ഇതിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 4-5 മാസമായിരിക്കാം മാക്സിമം നമുക്ക് കിട്ടുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ള പോസ്റ്റുകൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പോസ്റ്റ്, അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിന്റെ ഡീറ്റെയിൽസ്, അതായത് പ്രീവിയസ് നോട്ടിഫിക്കേഷനും അതേപോലെ എക്സാം ഡീറ്റെയിൽസും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്നത്തേക്ക് പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 677/2022 ആണ് കാറ്റഗറി നമ്പർ. അപ്പോൾ 2022 ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അവാർഡഡ് ബൈ യൂണിവേഴ്സിറ്റി ഓർ ഗവൺമെന്റ് ആഫ്റ്റർ അണ്ടർഗോയിങ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഫോർ നോട്ട് ലെസ് ദാൻ 3 years ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ അന്നത്തത് 41,300 തൊട്ട് 87,000 രൂപയായിരുന്നു. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെയും ആയിരുന്നു. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ സ്കെയിൽ ഓഫ് പേയിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ 3 year ഡിപ്ലോമയാണ് വരുന്നത്. അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ എക്സാം ഡീറ്റെയിൽസ് നമ്മൾ നോക്കുവാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/9/2024 ആണ്. കട്ട് ഓഫ് 55.67 ആണ്. ടോട്ടൽ അഡ്വൈസ് 70. 143 പേരായിരുന്നു ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് 2027 സെപ്റ്റംബറിലാണ്. അപ്പോൾ 2027 സെപ്റ്റംബറിന് മുമ്പ് തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് റീസെന്റ് ആയിട്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതായത് ജൂൺ 30 അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ കേസിലും ഇത് തന്നെയാണ്. നെക്സ്റ്റ് ഇനി മെക്കാനിക്കൽ വരാനിരിക്കുന്നു. അതിന്റെ പുറകിൽ തന്നെ നമുക്ക് ഇലക്ട്രോണിക്സിന്റെയും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് വരാൻ പോകുന്ന നല്ലൊരു ചാൻസ് തന്നെയാണിത്. അപ്പം 143 പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്ന് 70 പേർക്കോളം ഇപ്പോൾ തന്നെ അഡ്വൈസ് പോയി കഴിഞ്ഞു. ഇനിയും റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. അതായത് 2027 സെപ്റ്റംബർ വരെ, അതായത് ഏകദേശം 1 വർഷത്തോളം ഇതിന് കാലാവധി ഇനിയും ഉണ്ട്. അപ്പം നല്ല രീതിയിൽ അഡ്വൈസ് പോകുന്ന ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിനെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്, ഇത് മിസ്സാക്കാതിരിക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PSCയുടെ പാറ്റേൺ, പുതിയൊരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടും. അപ്പോൾ അതായത് 2027 സെപ്റ്റംബറിന് മുമ്പ് ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ളത് ഏകദേശം 1 വർഷമാണ്. അപ്പം ഈ 1 വർഷത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരികയും എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കൂ എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കാതെ നിങ്ങൾ ഇതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ തന്നെ സാധിക്കും. നമുക്കറിയാം പോളി ഇലക്ട്രോണിക്സും അതേപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റും ഒക്കെ എഴുതിയ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാം. അപ്പം നിങ്ങൾക്കറിയാം ഇനിയൊരു അവസരത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന അടുത്ത അവസരമാണിത്. അപ്പോൾ നിങ്ങൾ ആ ഒരു അവസരത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ നമുക്ക് അടുത്തതായി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് AP ഇലക്ട്രോണിക്സിന്റെ അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സിന്റെ നോട്ടിഫിക്കേഷനും. ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ ഇനി നിരവധി അവസരങ്ങളാണ് വരാനിരിക്കുന്നത്. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ്, അതേപോലെ
അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നീട് റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ, അതേപോലെ ALP തുടങ്ങിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സിന്റെ ബാച്ച് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനും നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്നത് റീസെന്റ് ആയിട്ട് വന്ന PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ റാങ്ക് ലിസ്റ്റിലെ നമ്മുടെ റിസൾട്ടുകളാണ്. അതിൽ 2nd റാങ്ക്, 6th റാങ്ക്, 11th റാങ്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന റാങ്ക് ലിസ്റ്റ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഒപ്പം ചേർന്ന് നിങ്ങൾക്ക് ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.